प्यारे बच्चों, उर्दू दुनिया में आपको खैर मुकद्दम है. പ്രിയപ്പെട്ട കുട്ടികളെ, കുരുന്നുകളെ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഉറുദു ലോകത്തേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ കുട്ടികൾ കോവിഡ്-19 എന്ന മഹാമാരിയോട് പൊരുതി വീടുകളിൽ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലെത്താൻ കഴിയാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. സാരമില്ല കേട്ടോ. നമ്മുടെ എല്ലാം ജീവിതം തിരിച്ചു പിടിക്കാൻ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും സാമൂഹിക സേവകരും കഠിന പ്രയത്നം ചെയ്യുമ്പോൾ അവരുടെ വാക്കുകളെ നമുക്ക് മാനിക്കാം, അവരെ ആദരിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഉറുദു ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഉറുദു ഭാഷയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ജന്മം കൊണ്ട ഉറുദു ഭാഷ ഇന്ന് ലോകമാകമാനം വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഭാഷയാണ് ഉറുദു. സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര എന്ന ലോക പ്രശസ്തമായ ഉറുദു ദേശഭക്തി ഗാനം ചുണ്ടുകളിൽ തത്തിക്കളിക്കാത്ത ഇന്ത്യക്കാരില്ലല്ലോ. ഉറുദുവിലെ പ്രശസ്തനായ കവി ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ രചിച്ച ദേശഭക്തി ഗാനമാണത്. വിദ്യാർത്ഥികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറുദു ഭാഷ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. 10ാം ക്ലാസ് വരെ ഹിന്ദി പഠനം എളുപ്പമാക്കാം. മാത്രമല്ല, ഉപരിപഠനത്തിനും ജോലി അന്വേഷണത്തിനുമെല്ലാം ഉറുദു ഭാഷ ഏതൊരാൾക്കും മുതൽ കൂട്ടാവുന്നതാണ്. ഉറുദു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കാം. പ്യാരെ ബച്ചോ, ആദാബ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഉറുദുവിനെ കുറിച്ചും ഉറുദുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നാം കേട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കഥയായാലോ? കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? മാഷൊരു കഥ പറഞ്ഞോട്ടെ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു അമ്മയും മകനും താമസിച്ചിരുന്നു. ഈ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അമ്മ ഒരുപാട് കാലം ഈ പൊന്നുമോനെ വളരെ വാത്സല്യത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും പോറ്റി വളർത്തിയിരുന്നു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു തുടങ്ങി. അമ്മ വൃദ്ധയായി തുടങ്ങി. അമ്മക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങി. ആ സമയത്ത് ആ മകനോട് അമ്മ പറഞ്ഞു, എടാ മോനെ, എനിക്ക് പ്രായം ഇങ്ങനെ കൂടി വരികയാണ്. നീ ഇനി മുതൽ ഒരു ജോലിക്കൊക്കെ പോയി എന്നെ നല്ലവണ്ണം നോക്കണമെന്ന് ആ അമ്മ മകനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് മകൻ സ്വന്തം അമ്മയെ വളരെ സ്നേഹത്തോടുകൂടെ ലാളിച്ച് അവൻ വളർത്താൻ തുടങ്ങി. അമ്മക്ക് ആരോഗ്യനില വളരെ മോശമായി തുടങ്ങി. അപ്പോൾ ഈ അമ്മ ഈ കുട്ടിയെ വിളിച്ച് തൻ്റെ അരികിലേക്ക് വിളിച്ചു പറഞ്ഞു, മോനെ, ഇനി ഞാൻ അധിക കാലമൊന്നും ഞാൻ ജീവിക്കണമെന്നില്ല. ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ എൻ്റെ ഈ മോതിരം നീ എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പ്രയോജനം അതുവഴി ഉണ്ടാകുമെന്ന് അമ്മ ഈ മകനോട് പറഞ്ഞു. അങ്ങനെ വളരെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവന്റെ അമ്മ മരണപ്പെട്ടു. അവൻ അവന്റെ വീടിനോട് ചേർന്ന് ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ സംസ്കരിച്ചു. അങ്ങനെ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൻക്ക്
അവന്റെ അമ്മ പറഞ്ഞ ആ മോതിരത്തെക്കുറിച്ച് അവൻക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൻ ഗത്യന്തരമില്ലാതെ അവൻ ആ കുഴിമാടം വീണ്ടും തുറന്നു. തൻ്റെ അമ്മയുടെ കയ്യിൽ കിടന്നിരുന്ന ആ മോതിരം അവൻ പതുക്കെ അങ്ങ് ഊരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവന് ആ മോതിരം അവൻക്ക് കിട്ടുന്നില്ല. ഇനി എന്തു ചെയ്യും? എനിക്ക് ആ മോതിരം നിർബന്ധമായും എനിക്ക് എടുക്കണം. ഞാൻ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ ചെന്ന് ഒരു കത്തി എടുത്തു കൊണ്ടുവന്ന് ആ അമ്മയുടെ മോതിരവിരൽ അങ്ങ് മുറിച്ചു മാറ്റി. എന്നിട്ട് ആ മോതിരം അവൻ എടുത്തു. വീണ്ടും അവൻ അമ്മയെ ആ കുഴിമാടത്തിലേക്ക് തന്നെ വെച്ച് അവൻ സംസ്കരിച്ചു. അങ്ങനെ അവൻ വീട്ടിലിങ്ങനെ കഴിയുകയായിരുന്നു. പിന്നെ അവൻ്റെ വീട്ടിൽ ആരുമില്ല, അവൻ മാത്രമാണ്. അവൻക്ക് മറ്റു സഹായിക്കാൻ തൻ്റെ അമ്മയൊന്നുമില്ല. അങ്ങനെ അവൻ അന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ കതകിൽ ആരോ മുട്ടുന്നത് പോലെ ഇങ്ങനെ അവൻക്ക് കേട്ടു. പെട്ടെന്ന് അവൻ എണീറ്റ് വന്ന് തൻ്റെ വീടിന്റെ ആ കതകങ്ങ് തുറന്നു നോക്കി. അപ്പോ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വന്ന് ആ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവന് ആ സ്ത്രീയോട് ചോദിച്ചു, അമ്മേ, അമ്മി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആ സമയത്ത് ആ വൃദ്ധയായ ആ സ്ത്രീ പറഞ്ഞു, മോനെ, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു, നീ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു തരുമോ എന്ന് അമ്മയോട് ആ അമ്മ അവനോട് ആവശ്യപ്പെട്ടു. ഉടനെ അവൻ വീടിന്റെ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്ന് ഈ അമ്മയിലേക്ക് അവൻ ഈ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൊടുക്കുകയാണ്. പെട്ടെന്ന് ഈ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി ആ അമ്മ ഈ കൈകൾ ഇങ്ങനെ നീട്ടിയപ്പോ ആ അമ്മയുടെ മോതിരവിരലിൽ ആ മോതിരവിരൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇവൻ ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഈ മോതിരവിരൽ എവിടെയാണ്? ഡാ, നീയല്ലേ ഈ മോതിരവിരൽ മുറിച്ചു മാറ്റിയത്? കുട്ടികളെ, കഥ നിങ്ങൾക്ക് ഇഷ്ടായോ? ആരെ പേടിച്ചു വന്നോ? പേടിക്കൊന്നും വേണ്ടേ, സാറ് ഒരു കഥ പറഞ്ഞാ. അപ്പോ ഇനി നമുക്ക് ഈ കഥയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആ, അമ്മ, പിന്നെ ഒരു മകനല്ലേ? ഓക്കെ, അമ്മ അല്ലേ? അപ്പൊ മാഷൊന്ന് അമ്മ എന്നൊന്ന് എഴുതട്ടെ. അമ്മ. അപ്പോ അമ്മക്കിനി എന്താണ് ഉറുദുവിൽ പറയാൻ നോക്കാം. ആർക്കെങ്കിലും അറിയോ? എന്താ പറഞ്ഞേ? അമ്മി എന്ന് നമുക്ക് അമ്മയെന്നൊന്ന് എഴുതി നോക്കാം. അമ്മയെ കുറിച്ച് നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ ഓർമ്മകളായിരിക്കാം. ചിലർക്ക് അമ്മ താരാട്ട് പാടുന്ന ഓർമ്മകളും ആ അമ്മ താലോലിച്ചതും അമ്മയുടെ വാത്സല്യവും ഒക്കെ ഓർമ്മ വരുന്നുണ്ടാവും. ചിലർക്ക് അമ്മയെക്കുറിച്ച് കഥകൾ അറിയാം, ചിലർക്ക് പാട്ടുകൾ അറിയാം, ചിലർക്കോ അമ്മയെ മനോഹരമായി വരക്കാനും കഴിയും. എന്നാ നിങ്ങളെല്ലാവരും, എല്ലാ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥയോ താരാട്ടുപാട്ടോ അതല്ലെങ്കിൽ അമ്മയെ മനോഹരമായി വരച്ച ഒരു ചിത്രമോ നിങ്ങൾ നിങ്ങളുടെ ഉറുദു അധ്യാപകന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്കെന്നാ അമ്മയെക്കുറിച്ച് ഒരു പാട്ട് കേട്ടാലോ? अम्मी अम्मी आओ ना मुझको दूध पिलाओ ना अम्मी अम्मी आओ ना मुझको दूध पिलाओ ना अम्मी अम्मी आओ ना मुझको दूध पिलाओ ना प्यारी अम्मी आओ ना मुझको लोर सुनाओ ना प्यारी अम्मी आओ ना मुझको लोर सुनाओ ना अम्मी अम्मी आओ ना मुझको दूध पिलाओ ना अम्मी अम्मी आओ ना मुझको दूध पिलाओ ना നമ്മളെല്ലാവരും ഉറുദുവിലുള്ള പാട്ട്
കേട്ട് കഴിഞ്ഞു. നമുക്കിനി മലയാളത്തിലൊരു പാട്ട് പാടി നോക്കാം. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. അമ്മിയെ കുറിച്ചുള്ള പാട്ട്, മലയാളത്തിലുള്ള പാട്ട് നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അമ്മയെക്കുറിച്ച് പല ഓർമ്മകളാണ് നമുക്കുള്ളത്. രണ്ടക്ഷരങ്ങളുടെ മഹാകാവ്യമാണ് നമ്മുടെ അമ്മ. നാം കുറച്ചു മുമ്പ് കേട്ട, ഉറുദുവിൽ കേട്ട അമ്മി അമ്മി ആവോന, അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അമ്മേ അമ്മേ വന്നാലും. സാറ് ഒരു കാര്യം ചെയ്യാം, ഏകദേശം ഈ പാട്ടിന്റെ മലയാളം ഒന്ന് സാറൊന്ന് പാടിത്തരാം. അമ്മേ അമ്മേ വന്നാട്ടെ മുജ്കോ ദൂത് പിലാവോന, കുറച്ച് പാല് തന്നാട്ടെ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ. അപ്പോ പാലെന്ന് കേൾക്കുമ്പോ ആരും ചിരിക്കും, നാണം വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. മുജ്കോ ദൂത് പിലാവോന, ഒത്തിരി പാല് തന്നാട്ടെ, പ്യാരി അമ്മി ആവോന. പ്രിയപ്പെട്ട അമ്മേ വന്നാലും. നമുക്കൊന്ന് പാടി നോക്കാം. പ്യാരി അമ്മി ആവോന, സ്നേഹത്തിൻ നിറ കടലമ്മ പോരെ. മുജ്കോ ലോറി സുനാവോന, അമ്മേ എന്നെ താലോലിച്ചാലും. നമുക്കതൊന്ന് പാടി നോക്കാം. താരാട്ടൊന്ന് പാടമ്മേ. അമ്മിയെ കുറിച്ചുള്ള പാട്ട് 4 വരി പാട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പലർക്കും പലതാണ്. നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ ആ പാട്ട് നിങ്ങൾ പാടണം. 4 വരി പാട്ട് നിങ്ങളെല്ലാവരും പഠിക്കണം. അത് നിങ്ങളുടെ ഉറുദു അധ്യാപകന് നിർബന്ധമായും നിങ്ങൾ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അമ്മയെക്കുറിച്ച് അറിയാവുന്ന പാട്ടുകൾ മലയാളത്തിലോ അതല്ലെങ്കിൽ ഉറുദുവിലോ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അമ്മയുടെ ചിത്രം വരച്ചു കൊടുക്കണം. അമ്മയെക്കുറിച്ചുള്ള കഥകളെല്ലാം നിങ്ങൾ എഴുതി നിങ്ങളുടെ ഉറുദു അധ്യാപകന് അയച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉറുദു അധ്യാപകനുമായി നിങ്ങൾ പങ്കുവെക്കണം. നാളെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ഹുദ ഹാഫിസ്.